നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ സെലിബ്രിറ്റിയായ പേളി മാണി സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ഫില്ലിംഗ് ആണ്, നല്ല പ്രോട്ടീൻ്റെ ഒരു സോഴ്സുമാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 2 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു 5 ടേബിൾ സ്പൂൺ പാല്, സാധാരണ നമ്മൾ ചേർക്കാത്ത രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു വലിയ സവോള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് ഉണക്കമുളകിൻ്റെ ഫ്ലേക്സ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും പാലും കൂടെ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ ഈ മുട്ട സെലക്ട് ചെയ്യുമ്പോൾ നല്ല വെള്ള കളറിലുള്ള മുട്ടയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വെളുത്തിരിക്കും. ഇവിടെ എനിക്ക് അങ്ങനത്തെ കിട്ടത്തില്ല. ഇത് ഉണ്ണിക്ക് നല്ല ഡാർക്ക് കളറുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, തക്കാളി, ഒരു പച്ചമുളക്, കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഒരു പച്ചമുളക് കൂടെ ചേർക്കാം. ഇത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി വഴന്ന് പോകേണ്ട കാര്യമില്ല. സാധാരണയായിട്ട് നമ്മളൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഈ മുട്ടയിലേക്ക് ചേർത്ത് നമ്മൾ ഒരുമിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി നല്ലതാണ്. ഇവിടെ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറൊരു ഫ്രൈങ് പാനിലേക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കിയിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. തീ ഏറ്റവും ലോ ഹീറ്റിലേക്ക് വെക്കണം. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ പാല് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. തീ ഏറ്റവും ലോ ഹീറ്റിലേക്ക് ആക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ വിതറിക്കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റോളം ഇത് ഫുള്ള് വേകാനായിട്ട് വേണം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകിൻ്റെ രുചിയും ഉണക്കമുളകിൻ്റെ രുചിയും കൂടെ വരുമ്പോഴത്തേക്ക് അത് നല്ലൊരു എരിവ് ഈ ഓംലെറ്റിന് കിട്ടും. ഇവിടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഫില്ലിംഗ് ആയിട്ടുള്ള പേളി മാണി സ്പെഷ്യൽ ഓംലെറ്റാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈനു തോമസ്. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.